ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടുക എന്നുള്ളത്. പക്ഷെ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം പ്രധാനമായിട്ട് ഒരു മൂന്നാല് ടെക്നിക്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മൂന്നാല് സെറ്റിംഗ്സുകൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റും. അഥവാ ഹാക്ക് ആവുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിന്റെ ഹാക്ക് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആദ്യമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന പല ലിങ്കുകൾ. ഇതേപോലെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പല ലിങ്കുകൾ ഉണ്ടാവും. ഈ ലിങ്കുകളൊക്കെ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറുകൾ കാര്യങ്ങളൊക്കെ തരുന്ന ലിങ്കുകളായിരിക്കും. അങ്ങനെയുള്ള ലിങ്കുകളൊന്നും അനാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്യരുത്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി ആവും. അങ്ങനെയാണ് നമ്മുടെ ഫോൺ അധികവും ഹാക്ക് ചെയ്യപ്പെടുന്നത്. ഇനി അഥവാ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിൽ മുകളിലെ സെർച്ച് ബാറിൽ ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്യാം. മുകളിൽ ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ യൂസേജ് വരും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഡാറ്റ, എത്രത്തോളം ഡാറ്റ ഓരോരോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് അറിയാൻ ഡാറ്റ യൂസേജ് ബൈ ആപ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഫോണിൽ ഡാറ്റ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തു പോയ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കയറി കിടക്കുന്ന ആപ്പുകൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് വല്ലാതെ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ നമുക്കൊന്ന് പോയതിനു ശേഷം സെറ്റിംഗ്സിൽ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് അടുത്തായി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, അതായത് ബാറ്ററി യൂസേജ്. അതായത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബാറ്ററി നല്ലപോലെ വേണ്ടി വരും. ഫുൾ ടൈം ഇത് വർക്ക് ചെയ്യണം. അതായത് സ്പൈ ആപ്സുകളൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ബാറ്ററി യൂസേജ് ബൈ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യുന്ന ആപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതേപോലെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ലപോലെ ബാറ്ററി യൂസേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇവിടെ നമുക്ക് കണ്ടെത്താനും അഥവാ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കാണുകയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും. ഇത് രണ്ടാമത്തെ ഒരു രീതിയാണ്. ഈ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടെത്താനും അത് ഒഴിവാക്കാനും വേണ്ടി സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ള ടെക്നിക്ക്, അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പല ഇമെയിൽ ഐ ഡീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ട ഇമെയിൽ ഐ ഡി, നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്. അതിൽ ഓവർവ്യൂവിൻ്റെ തൊട്ടടുത്തായിട്ട് മാനേജ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും ഇത് മനസ്സിലാക്കി ചെയ്യുക. മാനേജ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, നിങ്ങൾ അറിയാതെ ഇൻസ്റ്റാൾ ആയ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാളിൻ്റെ തൊട്ടടുത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾഡ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നോട്ട് ഇൻസ്റ്റാൾഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് അതും ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ അറിയാതെ വന്ന് കിടക്കുന്നത്, നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് പറയുന്നതെങ്കിൽ പോലും ഇതിൻ്റെ നമ്മൾ ചിലപ്പം ഇതെല്ലാം ഒഴിവാക്കിയിട്ടും അത് ഒഴിവാവാതെ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഇതൊക്കെ കണ്ടില്ല, ഇതൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുമല്ല, ഞാൻ അറിയ പോലും ഇല്ല ഇങ്ങനത്തെ ഒരു പേരൊന്നും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ വന്ന് കിടക്കുന്നതാണ്. അത് നാളെ ഭാവിയിൽ അത് ഓട്ടോ ആയിട്ട് ഇൻസ്റ്റാൾ ആവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പം അതും ഒഴിവാക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഉണ്ട്. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് കാണും. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പാസ്വേഡ് മാനേജർ. ഈ പാസ്വേഡ് മാനേജറിൽ നമുക്ക് ഇവിടെ ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണുന്നില്ലേ? ആ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവരും നിങ്ങളുടെ ഫോണിൽ കൃത്യമായി ചെയ്ത് വെക്കുക. ഇവിടെ കണ്ടില്ലേ, ഓഫർ ടു സേവ് പാസ്വേഡ്സ്.
അതായത് എല്ലാ സൈറ്റിൽ കയറുന്ന സമയത്തും ആപ്ലിക്കേഷൻ്റെയൊക്കെ പാസ്വേഡ് ഓട്ടോ ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. അത് എനേബിൾ ആണെങ്കിൽ എല്ലാ പാസ്വേഡുകളും ഇത് ഓട്ടോ ആയിട്ട് അവിടെ സേവ് ആവും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ പാസ്വേഡ് കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും, സൈൻ ഇൻ ആവും. അത് നമ്മുടെ ഫോൺ മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഇതേപോലെ നേരെ നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസിലേക്കും കയറാൻ സാധിക്കും. കാരണം ഇത് സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി കൊടുത്തത് കൊണ്ടാണ്. ഇത് വളരെ ഉപകാരമാണ്. കാരണം നമ്മൾ മാത്രമാണ് നമ്മൾ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നത്, സേഫ് കസ്റ്റഡിയിൽ വെച്ച് ഉപയോഗിക്കുന്ന ഫോണിലത് നല്ലതാണ്. പക്ഷേ മറ്റാരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് ആപ്ലിക്കേഷൻസും പാസ്വേഡ് കൊടുക്കാതെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന പാസ്വേഡ് അലേർട്ട്സ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ആളുകൾ ഇതേപോലെ നമ്മുടെ പാസ്വേഡ് അറിയാതെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അലേർട്ടായിട്ട് നമുക്ക് വരുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ്. അടുത്തായിട്ട് നമ്മൾ ഹാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്യുക. ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് വേർഡിൽ നമുക്ക് ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് കാണാം ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ആ ഗൂഗിൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ഓപ്ഷൻസ് കാണിക്കും. ഇതിനിവിടെ നമുക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഹോം കാണാം, പേഴ്സണൽ ഇൻഫോ കാണാം, ഡാറ്റ ആൻഡ് പ്രൈവസി കാണാം. അതിൻ്റെ തൊട്ടടുത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഇത് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. അത് ജിമെയിൽ ഐഡിയിലും ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിലും എല്ലാം നമ്മൾ ചെയ്ത് വെക്കണം. ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്നുണ്ട് സെക്യൂരിറ്റി കോഡ്, ഗെറ്റ് എ 1 ടൈം സെക്യൂരിറ്റി കോഡ് ടു വെരിഫൈ ദാറ്റ് ഇറ്റ്സ് യു. അതായത് നിങ്ങളല്ലാതെ വേറെ ആര് നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, ഒരു കോഡ് വരും. ആ കോഡ് നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കയറുവാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കാതെ ഇത് നിങ്ങളുടെ ഫോണിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാവരും ചെയ്തു വെക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഈ 4 ട്രിക്കുകൾ 4 സെറ്റിംഗ്സുകൾ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വളരെയധികം നല്ലപോലെ ഹാക്കിംഗ് തടയാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വേണ്ടി കാണാൻ വേണ്ടി എൻ്റെ ചാനൽ എന്തോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.